നമസ്കാരം. പ്രധാന വാർത്തകൾ. എക്സിറ്റ് പോളിലല്ലാതെ ജനങ്ങളുടെ വോട്ട് നേടി ബിജെപി സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എം ബി രാജേഷ്. ഇടതുമുന്നണി കേരളത്തിൽ മികച്ച വിജയം നേടും. ബാർക്കോഴ വിവാദത്തിൽ തുരുപ്പിച്ച ആയുധവുമായാണ് പ്രതിപക്ഷ സർക്കാരിനെ നേരിട്ടതെന്നും ടൂറിസം വകുപ്പ് എക്സൈസിൽ കൈകടത്തിയിട്ടില്ലെന്നും മന്ത്രി. ബാർക്കോഴ ആരോപണമുയർന്ന് 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയില്ലെന്നും എം ബി രാജേഷ്. ബിജെപിയെ പരിഹസിച്ച കെ മുരളീധരൻ തൃശൂരിൽ രാവിലെ 8 മണി കഴിഞ്ഞാൽ താമര വാടും. മണ്ഡലത്തിൽ ബിജെപി 3ാം സ്ഥാനത്താകുമെന്നും കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്ട്രോങ് റൂമുകൾ രാവിലെ 5:30 തുറക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ രാവിലെ 8:30. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും കൌണ്ടിംഗ് കേന്ദ്രത്തിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. വിവിധ വിദ്യാലയങ്ങളിൽ ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭം. പാലക്കാട് ജില്ലാതല പ്രവേശനോത്സവം വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ. പൊതുവിദ്യാഭ്യാസ മേഖല പൊതുജനം ഏറ്റെടുത്തതിന്റെ പ്രധാന തെളിവാണ് പ്രവേശനോത്സവമെന്ന് മന്ത്രി എം ബി രാജേഷ്. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡിലൂടെ നടക്കുന്നതിന് യാത്രക്കാർക്ക് കർശന വിലക്ക്. ബസ്സുകൾ പുറത്തേക്കിറങ്ങുന്ന ഭാഗത്തുകൂടിയുള്ള പ്രവേശനം പൂർണ്ണമായും വിലക്കി ബാരിക്കേഡ് സ്ഥാപിച്ചു. അപകടങ്ങൾ ഒഴിവാക്കാൻ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ഏതാനും നാൾ യാത്രക്കാരെ ബോധവൽക്കരിക്കും. പിന്നീട് യാർഡിലൂടെ നടന്നാൽ പിഴ. ബസ്സുകൾ കവാടത്തിന്റെ സമീപത്തു നിന്നും യാത്രക്കാരെ കയറ്റുന്നതിനും വിലക്ക്. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ പൈനാപ്പിൾ കൃഷിക്കെന്ന പേരിൽ കുന്നിടിച്ച് രൂപമാറ്റം വരുത്തുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലെ ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. പ്രവൃത്തി നടക്കുന്ന ഭാഗത്തുനിന്ന് മണ്ണ് ഒലിച്ചെത്തുന്നത് മണ്ണേങ്കോട് കോളനിയിലേക്കും സമീപത്തെ റോഡുകളിലേക്കും. മഴയെത്തിയതോടെ പ്രശ്നം രൂക്ഷമായി. പ്രതിഷേധവുമായി പ്രദേശവാസികളും ജനപ്രതിനിധികളും. മണ്ണൊലിപ്പ് തടയാൻ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് സ്ഥലമുടമ തയ്യാറാകണമെന്ന് ആവശ്യം. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്ന് ആവശ്യം. പട്ടാമ്പി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി തുടങ്ങി. നഗരസഭാ ഉദ്യോഗസ്ഥർ അഴുക്കുചാൽ പരിശോധിച്ചു. നടപടി നഗരത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരാതിയിൽ. പത്തിരിപ്പാല കോങ്ങാട് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ 2014 ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നും ശൈശവാവസ്ഥയിലെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. UDF ഭരണകാലത്ത് പ്രത്യേക പരിഗണന നൽകി ഉയർത്തിക്കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിനെ LDF സർക്കാർ പാടെ അവഗണിച്ചെന്ന ആക്ഷേപം. ജൂൺ 7 പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന അസോസിയേഷൻ ഭാരവാഹികൾ. പരിസ്ഥിതി ദിനത്തിൽ മെഗാ ശുചിത്വ ക്യാമ്പയിൻ ഒരുങ്ങി ഷൊർണൂർ നഗരസഭ. ജൂൺ 5 മഴക്കാല ശുചീകരണ യജ്ഞത്തിൽ 1000-ലേറെ പേർ കൈകോർക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. വ്യാപാരികൾ 2 മണിക്കൂർ ശുചിത്വ ഹർത്താൽ ആചരിക്കും. സമഗ്ര ശുചീകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ. വാർത്തകൾ വിശദമായി. എക്സിറ്റ് പോളിലൂടെയല്ലാതെ ജനങ്ങളുടെ വോട്ട് നേടി ബിജെപി സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ജയിക്കാനാകില്ലെന്ന് മന്ത്രി എം ബി രാജേഷ്. ബാർക്കോഴ വിവാദത്തിൽ പ്രതിപക്ഷം തുരുമ്പിച്ച ആയുധവുമായാണ് സർക്കാരിനെ നേരിട്ടതെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ആരോപണമുയർന്ന് 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. 2004 എക്സിറ്റ് പോളും പ്രീ പോളുമെല്ലാം തെറ്റിയ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. എക്സിറ്റ് പോളിലൂടെയല്ലാതെ വോട്ട് വാങ്ങി BJP സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ജയിക്കാനാകില്ലെന്ന് എം ബി രാജേഷ് പറഞ്ഞു. കേരളത്തിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടും. 2004 പ്രീ പോളും എക്സിറ്റ് പോളും ഒന്നൊഴിയാതെ എല്ലാം പ്രവചിച്ചത് വാജ്പേയി വീണ്ടും അധികാരം നിലനിർത്തുമെന്നായിരുന്നു. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ഈ എക്സിറ്റ് പോളുകാർക്കോ പ്രീ പോളുകാർക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടത് വെറും 138 സീറ്റിലേക്ക് അന്ന് BJP ചുരുങ്ങുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 2004 അനുഭവമായിരിക്കും ഉണ്ടാവുമ്പോൾ. ബാർക്കോഴ വിവാദത്തിൽ പ്രതിപക്ഷം തുരുമ്പിച്ച ആയുധവുമായാണ് സർക്കാരിനെ നേരിട്ടത്. കുറച്ചുകൂടി നല്ല ആയുധങ്ങളുമായി വരട്ടെ, അപ്പോൾ നോക്കാം. ടൂറിസം വകുപ്പ് എക്സൈസിൽ കൈകടത്തിയിട്ടില്ല. കൂട്ടുത്തരവാദിത്വത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ബാർക്കോഴ ആരോപണമുയർന്ന് 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയിട്ടില്ലെന്നും എം ബി രാജേഷ് പാലക്കാട്ട് പറഞ്ഞു. പ്രതിപക്ഷം ആദ്യം പറഞ്ഞത് എന്താ? അവിടെ പ്രതിപക്ഷം ഇപ്പൊ നിൽക്കുന്നുണ്ടോ? സാധാരണ നമ്മുടെ നാട്ടില്
ഒരു വിവാദം കിട്ടിയാൽ മാസങ്ങൾ ഓടിക്കലാണല്ലോ പതിവ്. എന്ത് ഒരാഴ്ച പോലും ആയുസ് ഉണ്ടാവാതെ പോയ ഈ വിവാദത്തിന്. അപ്പോൾ പ്രതിപക്ഷത്തിന് കിട്ടിയ ആയുധം ഒരു തുരുമ്പിച്ച ആയുധമായിരുന്നു എന്നും മനസ്സിലാക്കണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJPയെ പരിഹസിച്ച് കെ മുരളീധരൻ. തൃശൂരിൽ നാളെ 8 മണി കഴിഞ്ഞാൽ താമര വാടും. മണ്ഡലത്തിൽ BJP 3-ാം സ്ഥാനത്താകും. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ലെന്നും വേണമെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാമെന്നും കെ മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. നാളെ നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. അത് ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ UDFനോ ഇല്ല. നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ, 8 മണി കഴിഞ്ഞാൽ വാടും. അതുകൊണ്ട് അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. കേരളത്തിലുണ്ടാവില്ല, ബാങ്കിൽ തുടങ്ങാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 മണിക്ക് നിശ്ചിത കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണും. 8:30 ശേഷം ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പതിവിന് വിപരീതമായി ഇത്തവണ പുലർച്ചെ 5:30 തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ്. വോട്ടെണ്ണലിന്റെ സജ്ജീകരണങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവർ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച് വിലയിരുത്തി. പൊതുനിരീക്ഷകനായ ഖരാദി വിജയകുമാർ ലല്ലുഭായ്, ആലത്തൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരിയും അഡീഷണൽ ജില്ലാ രജിസ്ട്രാറുമായ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സി ബിജു, KP ജയകുമാർ, ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇരുവരെയും അനുഗമിച്ചു. പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെടുപ്പിന് ശേഷം വിക്ടോറിയ കോളേജിലെ പുതിയ അക്കാഡമിക് കെട്ടിടത്തിലെ സ്ട്രോങ് റൂമുകളിലും പഴയ അക്കാഡമിക് ബ്ലോക്കിലെ സ്ട്രോങ് റൂമുകളിലുമായി ത്രിതല സുരക്ഷാ സംവിധാനത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ വിക്ടോറിയ കോളേജിലെ പുതിയ ലൈബ്രറി കോംപ്ലക്സിന്റെ താഴത്തെ നിലയിലും 1ാമത്തെ നിലയിലും, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പഴയ അക്കാഡമിക് ബ്ലോക്കിലുമായാണ് നടക്കുക. വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിന്റെ 100 മീറ്റർ പരിധി നിയന്ത്രിത മേഖലയായിരിക്കുമെന്നതിനാൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ പരിധിയിൽ വരുന്ന PMG ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, അയ്യപുരം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ 4-ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:30 ശേഷം ആദ്യ ഫലസൂചനകൾ പുറത്തുവിടാനാണ് ശ്രമം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡിലൂടെ നടക്കുന്നതിന് യാത്രക്കാർക്ക് കർശന വിലക്ക്. ബസ്സുകൾ പുറത്തേക്കിറങ്ങുന്ന ഭാഗത്തുകൂടിയുള്ള പ്രവേശനം പൂർണ്ണമായും വിലക്കി. ഇവിടെ ബാരിക്കേഡ് സ്ഥാപിച്ചു. ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന ഭാഗത്തുകൂടിയുള്ള പ്രവേശനം പൂർണ്ണമായി വിലക്കിയത് യാത്രക്കാർക്കും ഈ ഭാഗങ്ങളിൽ കച്ചവടം നടത്തുന്നവർക്കും പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് പോലീസ് പറഞ്ഞു. ബസ്സുകൾ പുറത്തേക്കെടുക്കുമ്പോഴുള്ള അപകടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമാണ് പുതിയ പരിഷ്കാരം. കടമുറികൾക്ക് അഭിമുഖമായി പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ പിറകോട്ടെടുക്കുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാണ് യാർഡിലൂടെ നടക്കുന്നതിന് യാത്രക്കാർക്ക് പോലീസ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ കുറച്ചു ദിവസം യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകും. ഇതിനുശേഷം യാർഡിൽ ഇറങ്ങുന്ന യാത്രക്കാർക്കെതിരെ പിഴ ചുമത്താനാണ് തീരുമാനം. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ വരാന്തയിലൂടെ മാത്രമേ നടക്കാവൂ എന്ന് പോലീസ് അറിയിച്ചു. കാൽനടയാത്ര വരാന്തയിലൂടെ മാത്രമാക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാർഡിലേക്ക് കടക്കുന്ന വഴി അടയ്ക്കും. കാൽനടയാത്രക്കാർ ഓട്ടോ പാർക്കിംഗ് ഭാഗത്തുകൂടി പുറത്തേക്ക് കടക്കണം. ഇതിനു പുറമെ ബസ്സുകൾ കവാടത്തിന് സമീപത്തു നിന്നും യാത്രക്കാരെ കയറ്റുന്നതിനും പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തി. വിലക്ക് ലംഘിക്കുന്നവർക്ക് 1000 രൂപ വരെ പിഴ ചുമത്താനാണ് തീരുമാനം. ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്യുന്നതിനും സ്ഥലങ്ങളുടെ ബോർഡുകൾ കൃത്യമായി പ്രദർശിപ്പിക്കുന്നതിനും നഗരസഭയോട് ആവശ്യപ്പെട്ടതായും പോലീസ് അറിയിച്ചു. ശനിയാഴ്ച രാത്രിയാണ് ഈ ബാരിക്കേഡ് വെച്ചിട്ടുള്ളത്. ഇത് വെച്ചത് മൂലം നമുക്ക് ബിസിനസ്സിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ജനങ്ങൾ ബസ് ഇറങ്ങിയിട്ട് യാത്രക്കാരോ മറ്റുള്ള നമ്മുടെ കസ്റ്റമേഴ്സോ ഇങ്ങോട്ട് കടയിലേക്ക് പ്രവേശിക്കാൻ ഒരു നിർവാഹവുമില്ല. അത് മാത്രമല്ല, ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി പോകുന്ന ജനങ്ങൾ ബസ് പോകുന്ന വഴി കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടും അപകടം ഉള്ളതുമാണ്. അത് എത്രയും പെട്ടെന്ന് ഇതൊരു പരിഹാരം ഉണ്ടാവണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി തുടങ്ങി. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അഴുക്കുചാൽ പരിശോധിച്ചു.
വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഒറ്റമഴയിൽ പട്ടാമ്പി നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്ത് വന്നിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായാണ് പരാതി. അഴുക്കുചാലുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും നേതാക്കൾ ആരോപിച്ചിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായത്. വെള്ളക്കെട്ടുണ്ടായ പ്രദേശത്തെ ചാലുകളുടെ സ്ലാബ് ഉയർത്തി പരിശോധന നടത്തി. നിലവിൽ ചാലുകളുടെ ഉൾവശങ്ങളിൽ ഒന്നും തടഞ്ഞിരിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് എങ്കിൽ കരുണാപ്രസിൻ്റെ മുൻഭാഗത്തു നിന്നും വീണ്ടും സ്ലാബുകൾ ഉയർത്തി പരിശോധന നടത്താമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭ മെഗാ ശുചിത്വ ക്യാമ്പയിൻ ജൂൺ 5-ന്. പരിസ്ഥിതി ദിനത്തിൽ മഴക്കാല ശുചീകരണത്തിനായി ആയിരക്കണക്കിന് ആളുകൾ കൈകോർക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. അന്നേ ദിവസം വ്യാപാരികൾ 2 മണിക്കൂർ ശുചിത്വ ഹർത്താൽ ആചരിക്കും. ഷൊർണൂർ നഗരസഭയിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി 1000 വളണ്ടിയർമാരെ വെച്ച് പരിസ്ഥിതി ദിനത്തിൽ വിപുലമായ ശുചീകരണ യജ്ഞം നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. രാവിലെ 8 മണിക്ക് ശുചീകരണ പ്രവൃത്തികൾ ആരംഭിക്കും. വ്യാപാരി വ്യവസായികൾ രാവിലെ 8 മണി മുതൽ 10 മണിവരെ ശുചിത്വ ഹർത്താൽ ആചരിച്ച് യജ്ഞത്തിൽ പങ്കാളികളാകും. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മസേന, കുടുംബശ്രീ, കണ്ടിജന്റ് ജീവനക്കാർ, സ്ട്രീറ്റ് വെൻഡേഴ്സ്, വ്യാപാരികൾ, നഗരസഭാ ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാ മേഖലയിലെയും ജനങ്ങളുടെ പങ്കാളിത്തം ശുചീകരണ യജ്ഞത്തിലുണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. 12 മേഖലകളാക്കി തിരിച്ചാണ് യജ്ഞം സംഘടിപ്പിക്കുക. കുളപ്പുള്ളി ടൗൺ മുതൽ കൊച്ചി പാലം വരെയും SMB ജംഗ്ഷൻ മുതൽ ടൗൺ വഴി പൊതുവാൾ ജംഗ്ഷൻ വരെയും ഒറ്റ ദിവസം കൊണ്ട് ശുചീകരണം പൂർത്തിയാക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു. ഷൊർണൂർ നഗരസഭയിൽ മഴക്കാല ശുചീകരണത്തിൻ്റെ ഭാഗമായി 1000 സന്നദ്ധ വളണ്ടിയർമാരെ വെച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവൃത്തി 5-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിക്കും. അതിനോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ശുചിത്വ ഹർത്താൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെ അവരാചരിക്കും. ഇത് കുളപ്പുള്ളി ടൗൺ മുതൽ കൊച്ചിൻ പാലം വരെയും SMB ജംഗ്ഷൻ മുതൽ ടൗൺ വഴി പൊതുവാൾ ജംഗ്ഷൻ വരെയും ഒറ്റ ദിവസം കൊണ്ട് ഈ ക്ലീനിങ് പ്രവൃത്തി, ശുചീകരണ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 12 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളിയിൽ പ്രഭാത സവാരിക്കിടെ പാൽ വിതരണ വാഹനമിടിച്ച് വയോധികൻ മരിച്ചു. പറളി ചെക്ക് പോസ്റ്റ് കുന്നത്ത് വീട്ടിൽ മുഹമ്മദിന്റെ മകൻ 64 വയസ്സുള്ള ഉമ്മറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 5:30-ക്കായിരുന്നു അപകടം. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പറളി സബ് രജിസ്ട്രാർ ഓഫീസ് പരിസരത്താണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ കാൽപാദം അറ്റുതൂങ്ങിയ ഉമ്മറിനെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. മാതാവ് ബി ഫാത്തിമ, ഭാര്യ വഹീദ. മക്കളില്ല. സഹോദരങ്ങൾ KM അബ്ദുൽ സത്താർ, അബ്ദുൽ സലീം, സുഹറ, റുഖിയ, സൽമത്ത് ബീവി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ കല്ലൂരിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കല്ലൂർ പാടം വഴിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. മാവിൻചുവട് സ്വദേശി 66 വയസ്സുള്ള ദേവദാസാണ് മരിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനാണ് മരിച്ച ദേവദാസ്. അപകടം നടന്നയുടൻ നാട്ടുകാർ ചേർന്ന ദേവദാസിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ 2014 ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് അവഗണന മൂലം ഇന്നും ശൈശവാവസ്ഥയിലെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. UDF സർക്കാരിന്റെ കാലത്ത് പ്രത്യേക പരിഗണന നൽകി ഉയർത്തിക്കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിനെ LDF സർക്കാർ പാടെ അവഗണിക്കുകയാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ കോളേജ് ഇപ്പോഴും ശൈശവ ദിശയിൽ തന്നെയാണ്. പഠന സൗകര്യമോ അടിസ്ഥാന സൗകര്യമോ ഇല്ലാത്ത മെഡിക്കൽ കോളേജിനെ സർക്കാർ പാടെ അവഗണിക്കുകയാണെന്ന് പാരന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. 10 വർഷം പൂർത്തിയാവുന്ന മെഡിക്കൽ കോളേജിൽ MBBSന് 100 സീറ്റുകളാണ് നിലവിലുള്ളത്.
സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 550 കോടി രൂപ കോളേജ് ആവശ്യത്തിനായി പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനും പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനും ആയ ഗവേണിംഗ് കൗൺസിലിനാണ് സൊസൈറ്റിയുടെ ഭരണ ചുമതല. അധ്യാപക നിയമനങ്ങൾ പോലും കരാർ വ്യവസ്ഥയിലായതിനാൽ നിരവധി തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റിലും ആവശ്യത്തിന് അധ്യാപകരില്ല. നിയമനത്തിനായി റിക്രൂട്ട്മെന്റ് ബോർഡ് സ്ഥാപിക്കാത്തതുകൊണ്ട് തന്നെ നിയമനം നടക്കുന്നുമില്ല. ഇതുകൊണ്ട് തന്നെ PG കോഴ്സ് ആരംഭിക്കാനും കഴിഞ്ഞിട്ടില്ല. നിലവിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജ് സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുമല്ല. MBBS വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികളാണ് നഴ്സിംഗ് കോളേജുകാർ ഉപയോഗിക്കുന്നത്. ഇത് നിയമവിരുദ്ധമായ നടപടിയാണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പഠനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനുവേണ്ട സാഹചര്യം ജില്ലാ ആശുപത്രിയിലില്ല. പൂർണ്ണമായും മെഡിക്കൽ കോളേജിൽ ആശുപത്രി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ശാശ്വത പരിഹാരം. ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കയറാനുള്ള സൗകര്യം കുറവാണ്. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെ നിലനിൽപ്പിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് ജൂൺ 7 കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ വ്യക്തമാക്കി. അവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു സർജറി കാണുവാനോ പേഷ്യൻസിനെ കാണുവാനോ അവർക്ക് പഠിക്കുവാനോ കഴിയുന്ന യാതൊരു സൗകര്യങ്ങളും നിലവിൽ അവിടെ ഇല്ല. ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം പോലും അടുത്ത വർഷം ലഭിക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ കോളേജിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയാണ് ഈ സൊസൈറ്റിയുടെ ചെയർമാൻ. പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് 550 കോടി രൂപ ഉപയോഗിച്ചതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥാപനത്തിലെ വൈസ് ചെയർമാൻ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയാണ്. ഭാരവാഹികളായ P. ഷൺമുഖൻ, KV പ്രേമദാസൻ, M. വേണു, KV പ്രകാശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ആശങ്കയൊഴിയാതെ സ്വകാര്യ ബസ് ഉടമകൾ. യാത്രാ കൺസെഷൻ സംബന്ധിച്ച് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതാണ് ആശങ്ക സൃഷ്ടിക്കുന്നതെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പാലക്കാട്ട് പറഞ്ഞു. ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. ബസ്സിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കയറുന്നത് ഫുൾ ടിക്കറ്റ് യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കുന്നതിന് കാരണമാണെന്നും ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടി. ഇത് ബസ് വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കും. 14 വർഷം മുമ്പത്തെ ചാർജായ 1 രൂപ തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചാർജ് കാലാനുസൃതമായി പുതുക്കണം. യൂണിഫോം, കുട, ബാഗ്, നോട്ട് പുസ്തകങ്ങൾ, സ്കൂൾ ഫീസ് തുടങ്ങി മൊബൈൽ റീചാർജിംഗ് അടക്കം കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്കും വൻതോതിൽ വിലവർധന ഉണ്ടാകുമ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ അതിനെതിരെ സമരം ചെയ്യാറില്ല. സ്കൂൾ ബസ്സുകളും ചാർജ് വർധന നടപ്പാക്കുന്നുണ്ട്. അതിലും ആർക്കും പരാതിയില്ല. എന്നാൽ സ്വകാര്യ ബസ്സുകൾ ചാർജ് കൂട്ടാൻ ആവശ്യപ്പെട്ടാൽ ശക്തമായ എതിർപ്പാണ് ഉണ്ടാകുന്നത്. ഡീസൽ വില, ടയർ, ജീവനക്കാരുടെ വേതനം, ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയവയിലൊക്കെ ഭീമമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. രക്ഷിതാക്കൾക്ക് ചാർജ് വർധനയ്ക്ക് സമ്മതമാണെങ്കിലും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും സർക്കാരുമാണ് ഇതിന് എതിര് നിൽക്കുന്നതെന്നും ഗോപിനാഥൻ കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ കാത്തിരിക്കുകയാണ്. സർക്കാരിന്റെ തെറ്റായ നയം മൂലം 30,000 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സംസ്ഥാനത്ത് ഇത് 7,000-ഓളമായി ചുരുങ്ങി. വിദ്യാർത്ഥികളുടെ ചാർജ് വർധന ഉണ്ടായില്ലെങ്കിൽ നിലവിലുള്ള ബസ്സുകൾക്കും മുന്നോട്ടു പോകാൻ കഴിയാതെ വരും. സ്ത്രീ യാത്രക്കാർ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനാൽ പൊതുവെ ബസ്സിൽ യാത്രക്കാർ കുറവാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോകുന്ന ബസ്സുകൾക്ക് രാത്രി സമയങ്ങളിലും ഉച്ചനേരങ്ങളിലും ആളില്ലാത്തതിനാൽ ഡീസൽ അടിക്കാനുള്ള പണം പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും പലപ്പോഴും ട്രിപ്പുകൾ തന്നെ മുഴുവനാക്കാൻ കഴിയാറില്ലെന്നും ടി ഗോപിനാഥൻ പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ കയറുന്ന വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ്റെ കാര്യത്തിൽ വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ യാത്രയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുക. കാരണം ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി കുറയുക. ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി കുറയുമ്പോൾ ഇപ്പോൾ 32,000 ബസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 7,000 എത്തി നിൽക്കുക. അപ്പോൾ ബസ്സുകളുടെ എണ്ണം കുറയും തോറും
വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം കൂടുതൽ വർദ്ധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരിൽ 60% വരുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഇല്ലാതെ ഈ സ്വകാര്യ ബസ് വ്യവസായം ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്ന് ഗവൺമെൻറ്റിന് അറിയാം, ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കറിയാം, രക്ഷിതാക്കൾക്കറിയാം. പക്ഷേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സർക്കാർ എപ്പോഴും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ മടികാട്ടാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തളിക്കുളം പുതിയങ്ങാടിയിൽ അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 19.5 ലിറ്റർ മദ്യം വാടാനപ്പള്ളി എക്സൈസ് പിടികൂടി. സംഭവത്തിൽ പുതിയങ്ങാടി ഒന്നാംകല്ല് സ്വദേശി 24 വയസ്സുള്ള രാഹുൽ രവിയെ അറസ്റ്റ് ചെയ്തു. അനധികൃത വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 19.5 ലിറ്റർ മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഒന്നാംകല്ല് സ്വദേശി 24 വയസ്സുള്ള രാഹുൽ രവിയെ വാടാനപ്പള്ളി എക്സൈസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം നാട്ടിക ഭാഗങ്ങളിൽ അനധികൃത മദ്യം കച്ചവടം നടത്തുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാറും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1/2 ലിറ്ററിന്റെ 39 കുപ്പി മദ്യം പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ പൈനാപ്പിൾ കൃഷിക്കെന്ന പേരിൽ കുന്നിടിക്കുന്നത് ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. മഴ ശക്തമായതോടെ കുന്നിൻ മുകളിലെ മണ്ണ് ഒലിച്ചെത്തുന്നത് ആറങ്ങോട്ടുകര മണ്ണേങ്കോട്ട് കോളനിയിലേക്കും പ്രദേശത്തെ പാതയിലേക്കുമാണ്. മണ്ണൊലിപ്പ് തടയാൻ സ്ഥലമുടമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രദേശത്തെ കുന്നിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന മണ്ണും ചെളിയുമാണ് നാട്ടുകാരുടെ ജീവിതം ദുരിതമാക്കുന്നത്. റോഡിൽ ചെളി കെട്ടിയതോടെ ഇതിലെ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത അവസ്ഥയായി. ഗ്രാമവാസികളും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തു വന്നു. ബ്ലോക്ക് മെമ്പർ മഞ്ജുള, പഞ്ചായത്ത് അംഗം മധു എന്നിവർ സ്ഥലത്തെത്തി. ഇവിടെ കൈതച്ചക്ക നടാനാണെന്നുള്ള പേരിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടു പുറകിൽ കാണുന്ന കുന്ന് ഇടിച്ച് അതിൽ നിന്നും ഉള്ള മഴവെള്ളം വന്നിട്ട് ആ ചെളിയും മറ്റും റോഡിലേക്ക് വന്ന് ഈ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ. ഇവിടെ ആർക്കെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് ബാധിച്ച് അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നാൽ പോലും ആ രോഗിയെ എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോഴുള്ളത്. ഇവിടേക്ക് ഒരു വണ്ടി വിളിച്ചാൽ പോലും വരുന്നില്ല എന്നാണ് നമ്മളോട് ജനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ പരിസരത്തുള്ള വീടുകളിലെ കിണറിലെ ചെളിവെള്ളം നിറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ കുന്നിൻ മുകളിലെത്തി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രവൃത്തി തടഞ്ഞു. ചെറുതുരുത്തി പോലീസ് എത്തിയാണ് സമരക്കാരെ പിരിച്ചുവിട്ടത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിനു വേണ്ടിയാണ് കുന്നിടിക്കുന്നത്. പ്രവൃത്തിയുടെ ഭാഗമായി ഒലിച്ചിറങ്ങുന്ന മണ്ണാണ് അടിവാരത്ത് ജനജീവിതം ദുരിതപൂർണമാക്കുന്നത്. പലരുടെയും കിണറുകളിലേക്കാണ് മണ്ണ് ഒലിച്ചെത്തുന്നത്. നേരത്തെ 2-3 തവണ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മണ്ണ് റോഡിൽ നിന്ന് നീക്കിയിരുന്നെങ്കിലും ശക്തമായ മഴയെത്തിയതോടെ വീണ്ടും മണ്ണൊലിപ്പ് രൂക്ഷമായിരിക്കുകയാണ്. കോളനി പ്രദേശത്തേക്ക് മണ്ണ് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ സ്ഥലമുടമ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ഒരു വണ്ടി വാടക വിളിച്ചാൽ പോലും ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ റോഡ് പണി തന്നെ, പുതിയ റോഡ് പണി ഇപ്പോൾ അത് കഴിഞ്ഞതേ ഉള്ളൂ. ആ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് കിടക്കുന്നത്. നാളെ സ്കൂൾ തുറക്കുകയാണ്, കുട്ടികൾക്ക് പോകേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഈ ജനങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഷൊർണൂരിൽ നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവം സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഷൊർണൂരിൽ മുനിസിപ്പൽ തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശുചിത്വ ബോധവൽക്കരണത്തിനും തുടക്കം കുറിച്ചു. പ്രവേശനോത്സവത്തിന്റെയും ശുചിത്വ ബോധവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. പ്രവേശനോത്സവം എന്നതുകൊണ്ട് വിദ്യാർത്ഥികൾ, പുതുതായി ചേർന്ന കുട്ടികൾ, നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് വളരെ ആഘോഷപൂർവ്വം പഠനത്തിനെത്തുക എന്നതാണ്. ഒരു ടെൻഷനില്ലാണ്ട് കുട്ടികളുടെ ലോകത്തെ വിദ്യാലയത്തിലേക്ക് നമ്മൾ ഒരു പ്രയാസം കൂടാതെ പഠനം എന്നത് ഒരു വലിയ സാഹസികമായിട്ടുള്ള ഒന്നാണ് എന്ന തോന്നൽ തിരുത്താൻ
PTA പ്രസിഡന്റ് ഡോക്ടർ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മരിയ ബെല്ല സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പാൾ ഡി സിമി, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, BRC കോർഡിനേറ്റർ ശൈലജ, ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ, അധ്യാപക പ്രതിനിധി ബിന്ദു പോൾ, വിദ്യാർത്ഥി പ്രതിനിധി ആവണി നാരായണൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ മാനേജർ ഡോക്ടർ ഗ്രേസ് തോമസ്, PTA വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രകാശ്, MPTA പ്രസിഡന്റ് ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നെയിം സ്ലിപ്പ് വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും മധുരപലഹാര വിതരണവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുവിദ്യാഭ്യാസ മേഖല പൊതുജനം ഏറ്റെടുത്തതിന്റെ പ്രധാന തെളിവാണ് പ്രവേശനോത്സവമെന്ന് മന്ത്രി MB രാജേഷ്. വടക്കഞ്ചേരി കണ്ണമ്പ്ര കല്ലിങ്കൽപ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലക്കാട് ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ മേഖല സ്വകാര്യ മേഖലയ്ക്ക് വഴിമാറുമ്പോൾ കേരളത്തിൽ മാത്രമാണ് പൊതുമേഖലയ്ക്ക് പ്രസക്തിയേറുന്നതെന്നും മന്ത്രി MB രാജേഷ് ചൂണ്ടിക്കാട്ടി. പാഠ്യപദ്ധതി തുടർച്ചയായി പരിഷ്കരിച്ച് എങ്ങനെയാണ് മാറുന്ന വൈജ്ഞാനിക ലോകത്തിനൊപ്പം കേരളത്തിലെ കുട്ടികളെ സഞ്ചരിക്കാൻ കഴിവുള്ളവരാക്കി മാറ്റുന്നത് എന്നിവിടെ പറഞ്ഞു. AI കുറിച്ചാണ് പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ എങ്ങനെ കേരളത്തിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് മാറുന്നു എന്നാണ്. AI മാത്രമല്ല, ഈ വർഷത്തെ പാഠ്യപദ്ധതിയുടെ പ്രത്യേകത അടുക്കളയിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ അടുക്കളകൾ എന്ന ആശയം കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുകയാണ്. കാച്ച് ദം യങ് എന്നൊരു മുദ്രാവാക്യമുണ്ട്, ചെറുപ്പത്തിലെ പിടികൂടുക. മാലിന്യമുക്ത പ്രതിജ്ഞയോടെയാണ് പ്രവേശനോത്സവ പരിപാടികൾ ആരംഭിച്ചത്. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ സൗജന്യ പാഠപുസ്തക വിതരണം നിർവഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ KS ചിത്ര പ്രതിഭകളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു സൗജന്യ യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു. കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി പഠന കിറ്റ് വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം PM അലി, DO PV മനോജ്, കണ്ണമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി രാമദാസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി മേഖലയിലും സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. പട്ടാമ്പി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ആധുനികവൽക്കരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് നമ്മുടെ ഈ പുതിയ അധ്യയന വർഷം. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടുതൽ പൗരബോധമുള്ളവരും ശാസ്ത്രബോധമുള്ളവരും മനുഷ്യത്വമുള്ളവരും ഒക്കെയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച പാഠ്യപദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അധ്യയന വർഷത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും 4ാം ക്ലാസ് വിദ്യാർത്ഥി നീരവ് വരച്ച 100 ചിത്രങ്ങളുടെ പ്രദർശനോദ്ഘാടനവും MLA നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് മൻസൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഇന്ദിര, അബ്ദുള്ളക്കുട്ടി, മുരളീധരൻ വേളേരിമഠം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ ജില്ലയിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഇത്തവണയും ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ ഏറെ മുന്നിൽ. 170 വിദ്യാർത്ഥികളാണ് ഇക്കുറി 1ാം ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ നേട്ടം ചെറുതുരുത്തിയിലെ ഈ പൊതുവിദ്യാലയത്തിന് സ്വന്തമാണ്. തൃശൂർ ജില്ലയിൽ 1ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെത്തുന്ന പൊതുവിദ്യാലയമെന്ന പേര് നിലനിർത്തുകയാണ് ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ. 170 വിദ്യാർത്ഥികളാണ് ഇത്തവണ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഉത്സവാന്തരീക്ഷത്തിലാണ് കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വരവേറ്റത്. പ്രവേശനോത്സവത്തിന്റെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനവും ഇവിടെ സംഘടിപ്പിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടനുബന്ധിച്ച് സംസാരിച്ച കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു കാണും. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ഗവൺമെന്റ് എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്കൂളിൽ വന്ന ആളുകൾക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം തന്നെ PTA പ്രസിഡന്റായിട്ടുള്ള EK അലി ഇവിടെ സൂചിപ്പിച്ചു. PTA പ്രസിഡന്റ് അലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സ്കൂൾ അധ്യാപകരും PTA ഭാരവാഹികളും പങ്കെടുത്തു. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ 152 കുട്ടികളാണ് ഇവിടെ പ്രവേശനം നേടിയത്. ഇത്തവണ 18 കുട്ടികൾ കൂടുതലുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം BRC തല പ്രവേശനോത്സവം ചുനങ്ങാട് AMUP സ്കൂളിൽ നടന്നു. ലക്കിടി പേരൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം തെക്കുമംഗലം JB സ്കൂളിലായിരുന്നു.
ചുനങ്ങാട് AMUP സ്കൂളിൽ നടന്ന ഒറ്റപ്പാലം BRC തല പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, പഞ്ചായത്ത് അംഗം A. സൗദ, ഒറ്റപ്പാലം BPC K. പ്രഭാകരൻ, DEO AK അനീഷ്, AEO C. സത്യപാലൻ, പാലക്കാട് ഡയറ്റ് സീനിയർ ലെക്ചറർ VT ജയറാം, സ്കൂൾ മാനേജർ M. ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് AP ജയപ്രകാശ്, MPTA പ്രസിഡന്റ് ഖദീജ, പ്രധാനാധ്യാപിക E. ബേബി ഷീജ, CT ഹംസ, അൻവർ സാദിഖ്, K. മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം തെക്കുമംഗലം JB സ്കൂളിൽ നടന്നു. സ്കൂൾ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം നടത്തുക എന്നൊരാലോചന വന്നപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ K. ഹരി ഈ സ്കൂളിൽ വന്ന മാറ്റത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. സാധാരണ നിലയ്ക്ക് നമ്മൾ LP സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം നടത്തുന്നൊരു പതിവ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം നടത്തിയത് നെല്ലിക്കുറിശി സ്കൂളിൽ വെച്ചാണ്. വൈസ് പ്രസിഡന്റ് CA നസറിൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം മാനേജർ ശരണ്യ നിർവഹിച്ചു. LSS വിജയി മുഹമ്മദ് ഷിനാസ്, +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ അനഘ കൃഷ്ണൻ, നന്ദന എന്നിവരെ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ഉപഹാരം നൽകി അനുമോദിച്ചു. വിജയകുമാർ, K. ഹരി, കുമാരി ദേവി, AP ബാലൻ, PM വെങ്കിടേശ്വരൻ, K. കൃഷ്ണകുമാർ, P. ഗീത, അബ്ദുൽ മുത്തലി തുടങ്ങിയവർ പ്രസംഗിച്ചു. K. ശ്രീപ്രിയ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ബഡ് സ്കൂൾ പ്രവേശനോത്സവം നാടിന്റെ ആഘോഷമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കാരണം ഇവിടെ 3 പേരെയൊക്കെ ജോലിക്ക് വെച്ചാൽ അവർക്ക് തന്നെ നല്ലൊരു തുക ശമ്പളത്തിനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നാമത് പഞ്ചായത്തിൽ ഫണ്ടില്ല. ഫണ്ട് വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് തന്നെ സർക്കാർ പെൻഷൻ കൊടുക്കാതെ എപ്പോഴാ പെൻഷൻ വരിക എന്ന് ചോദിച്ചോണ്ടേയിരിക്കും. സർക്കാരിൽ പൈസ ഇല്ല, അവരുടെ ജനാവ് കാര്യമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. രമണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സുനിത, ബഡ് സ്കൂൾ അധ്യാപിക സബീന, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും ബഡ് സ്കൂൾ ഇംപ്ലിമെന്റ് ഓഫീസറുമായ TN രാമദാസ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം മങ്കര വെസ്റ്റ് UP സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പതിരിപ്പാല മേഖലയിലെ മറ്റ് വിവിധ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം ആഘോഷമായി. പറളി ഉപജില്ലാതല പ്രവേശനോത്സവമാണ് മങ്കര വെസ്റ്റ് UP സ്കൂളിൽ നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ പ്രവേശനോത്സവം നടക്കുന്നത്, പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇത് എവിടെയും ഉണ്ടാകുന്ന കാര്യമല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതുപോലെ ഒരു പ്രവേശനോത്സവം നടക്കുന്നില്ല. എല്ലാ രംഗത്തും നമ്മൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുകയാണ്. അത് വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ആരോഗ്യരംഗം മാത്രമല്ല, ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻരാജ് നവാഗതരെ സ്വീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക, ബ്ലോക്ക് മെമ്പർ പ്രസാദ്, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് അംഗം സുജിനി, AEO ബിന്ദു, AM അജിത്, മാനേജർ വർഗീസ് ഫിലിപ്പ്, PTA പ്രസിഡന്റ് ഷാനിബ, അധ്യാപകരായ KP കൃഷ്ണനുണ്ണി, അബ്ദുൾ റിയാസ്, പ്രധാനാധ്യാപിക V. രതി എന്നിവർ സംസാരിച്ചു. തേനൂർ വെസ്റ്റ് AUP സ്കൂളിൽ പ്രവേശനോത്സവവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. മങ്കര CI TV സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ ധാരാളം കുട്ടികൾ പുതിയ അഡ്മിഷനായിട്ട് വന്നിട്ടുള്ളതാണ് എനിക്ക് ഈ വേദിയെ കാണുമ്പോൾ മനസ്സിലാവുന്നത്, ഈ സദസ്സിനെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ധാരാളം കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഓരോ വർഷവും പുതിയ ധാരാളം കുട്ടികൾ വരിക എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ പ്രവർത്തന മികവാണ് അത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുതിയ കുട്ടികൾ അവര് കളിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. PTA പ്രസിഡന്റ് PP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ
വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷൻ പാലക്കാടിൻ്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലേക്ക് വേണ്ട കസേരകളും ഉച്ചഭക്ഷണ പാത്രങ്ങളും ഭാരവാഹികൾ സമ്മാനിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ മുഹമ്മദ് അൻസാരി ഇവ സ്കൂൾ പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ദീപുചന്ദ് ആലത്തൂർ നവാഗതരായ കുട്ടികളെ സ്വീകരിച്ചു. സ്കൂളിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മാനേജർ PV ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉപഹാരം നൽകി അനുമോദിച്ചു. പഠനോപകരണ വിതരണം മങ്കര SI റഫീഖ് നിർവഹിച്ചു. രക്ഷിതാക്കൾക്കായുള്ള വിദ്യാഭ്യാസ ക്ലാസ്സിന് സ്മിത നേതൃത്വം നൽകി. പറളി പഞ്ചായത്ത് അംഗങ്ങളായ നാരായണൻകുട്ടി, സന്തോഷ്, മൃണാളിനി, രാജേഷ്, ബിന്ദു, വോയിസ് ഓഫ് വേൾഡ് അഡ്വൈസർ അശോക് കുമാർ, പ്രധാനാധ്യാപിക റീന, MPTA പ്രസിഡന്റ് ദിവ്യ, റിട്ടയർഡ് AEO ബഷീർ, സ്റ്റാഫ് സെക്രട്ടറി P രമ, അധ്യാപകരായ രാധാറാണി, ഗിരിജ, പുഷ്പ മങ്കട, ബാവ മലപ്പുറം, അബ്ദുൾ റബ്ബ്, സ്മിത എന്നിവർ സംസാരിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നു. മണ്ണൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം മണ്ണൂർ AUP സ്കൂളിൽ പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംപുറം AJB സ്കൂൾ പ്രവേശനോത്സവം വാർഡ് മെമ്പർ ഷഫീന നജീബ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിച്ച് കുഞ്ഞുമക്കളെ രാവിലെ 9-9:30 സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4 മണിക്കാണ് അവർ വീട്ടിലെത്തുന്നത്. അതുവരെയും നമ്മുടെ ടീച്ചർമാരുടെ കൈകളാണ് കുഞ്ഞുമക്കൾ. നല്ല രീതിയിലാണ് ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഇരട്ടി രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. PTA പ്രസിഡന്റ് റിൻഷ അധ്യക്ഷത വഹിച്ചു. LSS പരീക്ഷാ വിജയികൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥി അഫ്രിൻ ഫാത്തിമ എന്നിവരെ അനുമോദിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ സുജ, ലീന എന്നിവർക്ക് സ്നേഹസമ്മാനം നൽകി. പ്രധാനാധ്യാപിക ശ്രീലേഖ, SJN നജീബ്, സ്വപ്ന, സുമയ്യ നിഷാദ്, റജുല, അനു എബ്രഹാം, രമ്യ, സുഗുണ, ജസീർ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂളിൽ സെൽഫി പോയിന്റ്, സ്കൂളിൽ പഴയകാല ഉപകരണങ്ങളുടെ പ്രദർശനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശി ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവവും LSS പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രവേശനോത്സവവും LSS പരീക്ഷയിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യത്തെ LSS പരീക്ഷ വളരെ കഠിനമായിരുന്നെങ്കിലും നല്ല മാർക്കോട് കൂടിയാണ് 2 കുട്ടികളും പാസ്സായിട്ടുള്ളത്. അവിടെ തന്നെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ. പ്രകാശം പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളുടെ ഒരു ആഗ്രഹം എന്നുള്ള നിലക്കും ഈ വിദ്യാലയം നല്ല വിദ്യാലയം എന്ന നിലക്ക് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും PTA-യും നാട്ടുകാരും ഗ്രാമപഞ്ചായത്തും എല്ലാം ചേർത്തുകൊണ്ട് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലക്ക് കൂടിയാണ് ഇവിടെ എത്തിയത്. സന്തോഷം. 1ാം ക്ലാസ്സിലെ കുട്ടികൾ വളരെ സന്തോഷത്തോടെ, നമ്മൾ പണ്ടൊന്നും കണ്ട പോലെയല്ല, കുട്ടികൾ കരയുന്നില്ല. വളരെ സന്തോഷമാണ്, കുട്ടികൾക്കൊക്കെ ഹാപ്പിയാണ്. LSS പരീക്ഷാ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം K അശോകൻ, സ്കൂൾ HM VT ശോഭന, സ്കൂൾ PTA പ്രസിഡന്റ് പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം നടന്നു. വാണിയംകുളം കൂണിത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അനുമോദന ചടങ്ങോടെയാണ് കൂനത്തറ GVHSSൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന നിലയിൽ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും കച്ചവട വിദ്യാഭ്യാസത്തിനെതിരായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക DP നിർമ്മല സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം ടീച്ചർ, PTA പ്രസിഡന്റ് DB രഘുനാഥ്, SMC ചെയർമാൻ VP സുനിൽകുമാർ, MPTA പ്രസിഡന്റ് NB ഷിജി, പ്രിൻസിപ്പാൾ C ജിനേഷ് കുമാർ, P സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. LSS വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. പനയൂർ TM UP സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെയും കമ്പ്യൂട്ടർ റൂമിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ നിർവഹിച്ചു. രക്ഷിതാക്കൾ
വളവ് ഇരിവുകളിലൂടെയും ചതിക്കുഴികൾക്കിടയിലൂടെയുമാണ് നമ്മളും നമ്മുടെ കുട്ടികളും ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ എല്ലാ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ചതിക്കുഴികൾക്കിടയിലൂടെ. പഞ്ചായത്ത് അംഗം ഇ.പി. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഷീബ സ്വാഗതം പറഞ്ഞു. പാഠപുസ്തക വിതരണം കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരനും പഠനോപകരണ വിതരണം 2ാം വാർഡ് മെമ്പർ വി.കെ. ജയശ്രീയും അക്കാഡമിക് രജിസ്റ്റർ പ്ലാൻ പ്രകാശനം മാനേജർ കെ. മൊയ്തു ഹാജിയും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N.P. കോമളം ടീച്ചർ LSS SSLC +2 വിജയികളെ അനുമോദിച്ചു. കെ.ടി. സൈതലവി ദാരമി, എം. സേതു, ലീന തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കര ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M.A. നസീബ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ 2 വിദ്യാർത്ഥികളായ 2 കുഞ്ഞുമക്കളും ചേർന്ന് ചടങ്ങിൽ SMC ചെയർമാൻ P.A. അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് TV രജിത സ്വാഗതം പറഞ്ഞു. സംവിധായകൻ റഷീദ് പാറക്കൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ, പഞ്ചായത്ത് അംഗം PG ഘനശ്രീ, OSA പ്രസിഡന്റ് രവീന്ദ്രൻ കുഴിയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളുമുണ്ടായി. രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ അധ്യാപിക TS അഞ്ജു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ കോങ്ങാട് പൊതുമരാമത്ത് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി തുടങ്ങി. JCB ഉപയോഗിച്ചാണ് അഴുക്കുചാലിലെ മണ്ണ് നീക്കുന്നത്. അഴുക്കുചാൽ അടഞ്ഞതോടെ കോങ്ങാട് പൊതുമരാമത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് അഴുക്കുചാലിലെ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി. JCB ഉപയോഗിച്ചാണ് അഴുക്കുചാലിലെ മണ്ണ് നീക്കം ചെയ്യുന്നത്. പത്തിരിപ്പാല കോങ്ങാട് റോഡിൽ നഗരിപ്പുറം മുതൽ മണ്ണൂർ സെൻറ്റർ വരെയാണ് മണ്ണ് നീക്കുക. റോഡിന്റെ ഇരുവശങ്ങളിലെയും അഴുക്കുചാൽ കാലങ്ങളായി അടഞ്ഞ നിലയിലാണ്. അഴുക്കുചാലിലെ മണ്ണ് നീക്കുന്ന മുറയ്ക്ക് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വളത്തൂൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി SSLC +2 വിജയികളെ അനുമോദിച്ചു. സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുമോദന സദസ്സ് തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയ മാറ്റമെന്ന് പറയുന്നത് ഒട്ടനവധി നല്ല ക്യാമ്പസുകൾ കേരളത്തിലുണ്ടായി എന്നതാണ്. ലോക നിലവാരമുള്ള ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും പഠിക്കാൻ കഴിയുന്ന നല്ല ക്യാമ്പസുകൾ ഇന്ന് കേരളത്തിലുണ്ട്. 19 ക്യാമ്പസ് ഉണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലയിൽ 243 ക്യാമ്പസുകൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ. മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും BEd കോളേജും TTC കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഉൾപ്പെടെ സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ കോളേജുകൾ ഉൾപ്പെടെ 243 കോളേജുകൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി മായ ഉദയൻ, കോൺഗ്രസ് നേതാക്കളായ K. ജോസഫ്, ഖാദർ മോൻ, നാരായണൻകുട്ടി, PA അബ്ദുൽ ജബ്ബാർ, നൌഷാദ്, PC ബാബു, ഫിറോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് OU ബഷീർ സ്വാഗതവും മഹിളാ കോൺഗ്രസ് നേതാവ് ബീന രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കണയത്ത് CPM DYFI നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. SSLC +2 ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ഈ അനുമോദന സദസ്സ് സംഘടിപ്പിക്കപ്പെട്ട സംഘാടകർ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സദസ്സിലാണ് ഇപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷ കഴിഞ്ഞ് അതിന് മേലെയുള്ള പഠനത്തിന് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CPM കുളപ്പുള്ളി LC സെക്രട്ടറി M. ജയപാൽ സംസാരിച്ചു.
കണയം പ്രദേശത്ത് 54ഓളം കുട്ടികൾക്കാണ് സമ്മാനം വിതരണം ചെയ്തത്. വല്ലപ്പുഴ സ്കൂളിൽ നിന്ന് വിരമിച്ച പത്മിനി ടീച്ചറെയും കണയം അംഗൻവാടിയിൽ നിന്ന് വിരമിച്ച കല്യാണിയെയും യോഗത്തിൽ ആദരിച്ചു. കണയം LP സ്കൂളിൽ നിന്ന് LSS നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനമൊരുക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ SSLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. അനുമോദന യോഗം അസോസിയേഷൻ പ്രസിഡന്റ് V. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ അനുമോദിച്ചത്. കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം മീന ടീച്ചർ നിർവഹിച്ചു. സെക്രട്ടറി P. ഹരിദാസ്, ട്രഷറർ MK ശശികുമാർ, വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, വിനീത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സെർവൻ സ്മാഷുമായി സഹകരിച്ച് JCI കുളപ്പള്ളി കുട്ടികൾക്കായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പ് സമാപിച്ചു. 30ലേറെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഡയറക്ടർ അബ്ബാസ്, പ്രൊഫഷണൽ നൌഷാദ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മൊമന്റോയും സർട്ടിഫിക്കറ്റും കൈമാറി. JCI പ്രസിഡന്റ് മുഹമ്മദ് അഷിഖ്, പ്രോഗ്രാം ഡയറക്ടർ അജ്മിൽ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സിറ്റ് പോളിലല്ലാതെ ജനങ്ങളുടെ വോട്ട് നേടി BJP സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി MB രാജേഷ്. ഇടതുമുന്നണി കേരളത്തിൽ മികച്ച വിജയം നേടും. ബാർക്കോഴ വിവാദത്തിൽ തുരുപ്പിച്ച ആയുധവുമായാണ് പ്രതിപക്ഷ സർക്കാരിനെ നേരിട്ടതെന്നും ടൂറിസം വകുപ്പ് എക്സൈസിൽ കൈകടത്തിയിട്ടില്ലെന്നും മന്ത്രി. ബാർക്കോഴ ആരോപണമുയർന്ന് 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയില്ലെന്നും MB രാജേഷ്. BJPയെ പരിഹസിച്ച K. മുരളീധരൻ. തൃശൂരിൽ രാവിലെ 8 മണി കഴിഞ്ഞാൽ താമര വാടും. മണ്ഡലത്തിൽ BJP 3ാം സ്ഥാനത്താകുമെന്നും K. മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്ട്രോങ് റൂമുകൾ രാവിലെ 5:30 തുറക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ രാവിലെ 8:30. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും കൌണ്ടിംഗ് കേന്ദ്രത്തിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. വിവിധ വിദ്യാലയങ്ങളിൽ ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭം. പാലക്കാട് ജില്ലാതല പ്രവേശനോത്സവം വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ. പൊതുവിദ്യാഭ്യാസ മേഖല പൊതുജനം ഏറ്റെടുത്തതിന്റെ പ്രധാന തെളിവാണ് പ്രവേശനോത്സവമെന്ന് മന്ത്രി MB രാജേഷ്. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡിലൂടെ നടക്കുന്നതിന് യാത്രക്കാർക്ക് കർശന വിലക്ക്. ബസ്സുകൾ പുറത്തേക്കിറങ്ങുന്ന ഭാഗത്തുകൂടിയുള്ള പ്രവേശനം പൂർണ്ണമായും വിലക്കി ബാരിക്കേഡ് സ്ഥാപിച്ചു. അപകടങ്ങൾ ഒഴിവാക്കാൻ ട്രാഫിക് പോലീസ് നേതൃത്വത്തിൽ ഏതാനും നാൾ യാത്രക്കാരെ ബോധവൽക്കരിക്കും. പിന്നീട് യാർഡിലൂടെ നടന്നാൽ പിഴ. ബസ്സുകൾ കവാടത്തിന്റെ സമീപത്തു നിന്നും യാത്രക്കാരെ കയറ്റുന്നതിനും വിലക്ക്. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ പൈനാപ്പിൾ കൃഷിക്കെന്ന പേരിൽ കുന്നിടിച്ച് രൂപമാറ്റം വരുത്തുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലെ ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. പ്രവൃത്തി നടക്കുന്ന ഭാഗത്തുനിന്ന് മണ്ണ് ഒലിച്ചെത്തുന്നത് മണ്ണേങ്കോട് കോളനിയിലേക്കും സമീപത്തെ റോഡുകളിലേക്കും. മഴയെത്തിയതോടെ പ്രശ്നം രൂക്ഷമായി. പ്രതിഷേധവുമായി പ്രദേശവാസികളും ജനപ്രതിനിധികളും. മണ്ണൊലിപ്പ് തടയാൻ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് സ്ഥലമുടമ തയ്യാറാകണമെന്ന് ആവശ്യം. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്ന് ആവശ്യം. പട്ടാമ്പി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നടപടി തുടങ്ങി. നഗരസഭാ ഉദ്യോഗസ്ഥർ അഴുക്കുചാൽ പരിശോധിച്ചു. നടപടി നഗരത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരാതിയിൽ. പത്തിരിപ്പാല കോങ്ങാട് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ 2014 ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നും ശൈശവാവസ്ഥയിലെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. UDF ഭരണകാലത്ത് പ്രത്യേക പരിഗണന നൽകി ഉയർത്തിക്കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിനെ LDF സർക്കാർ പാടെ അവഗണിച്ചെന്ന ആക്ഷേപം. ജൂൺ 7-ന് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ. പരിസ്ഥിതി ദിനത്തിൽ മെഗാ ശുചിത്വ ക്യാമ്പയിൻ ഒരുങ്ങി ഷൊർണൂർ നഗരസഭ. ജൂൺ 5-ന് മഴക്കാല ശുചീകരണ യജ്ഞത്തിൽ 1000-ലേറെ പേർ കൈകോർക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. വ്യാപാരികൾ 2 മണിക്കൂർ ശുചിത്വ ഹർത്താൽ ആചരിക്കും. സമഗ്ര ശുചീകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.